ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എൻ്റെ പേര് പ്രതിഭ കൃഷ്ണമൂർത്തി. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം നമ്മൾ നമ്മുടെ ട്വിൻ ഫ്ലെയിമിനെയാണ് മീറ്റ് ചെയ്തതെന്ന്. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം നമ്മളൊരു ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെന്ന്. ബിക്കോസ് എനിക്ക് ഈ ടോപ്പിക്ക് പറയേണ്ടത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ഈ ജേർണിയിലാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ അന്വേഷിച്ച് ഡീപ്പായിട്ട് ഇറങ്ങുമല്ലോ, ഇത് എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ അങ്ങനെ ഇറങ്ങിയ കൂട്ടത്തിൽ ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പല ആൾക്കാരും ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെന്ന് വിചാരിച്ച് ചില കാർമിക് റിലേഷൻഷിപ്സിലോ അങ്ങനെ നോർമൽ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലോ ഒക്കെ സ്റ്റക്കാണ്. അത് ട്വിൻ ഫ്ലെയിം ജേർണി ആണെന്ന് കരുതി. പിന്നെ ഇതിനെ ഒരുപാട് ഫാൻറ്റസൈസ് ചെയ്ത് സംസാരിക്കുന്ന ഒത്തിരി ആളുകൾ ഉണ്ട് ഈ കമ്മ്യൂണിറ്റിയിൽ, വിച്ച് ഈസ് നോട്ട് ദ ആക്ച്വൽ ട്രൂത്ത് ഓഫ് ദിസ് ജേർണി. അപ്പോൾ അതിലും ആളുകൾ സ്റ്റക്കായിട്ട് ഒരു ലൂപ്പിൽ ഉള്ളതുപോലെ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ജേർണീനെ ഷെയർ ചെയ്യുന്നതും എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതും ഇത് പറയണം എന്ന് വിചാരിക്കുന്നതും. ഇതിൻ്റെ ട്രൂത്ത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എല്ലാവരോടും ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നാൻ ഒരു മേജർ റീസൺ അതാണ്. കാരണം ഈ ജേർണിയിൽ വളരെ ഈസിയാണ് നമ്മളൊരു സ്റ്റക്കായിട്ട് നമ്മളൊരു ലൂപ്പിൽ തന്നെ ഇങ്ങനെ കിടന്ന് കറങ്ങാനായിട്ട് വളരെ ഈസിയാണ്. ബിക്കോസ് ഇതിൻ്റെ സ്ട്രക്ചർ തന്നെ അങ്ങനെയാണത്. നമുക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ മനസ്സിലാവാതെ ഇരിക്കുമ്പോൾ നമ്മളത് നമ്മുടെ മൈൻഡ് ടേക്ക് ഓവർ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ കിടന്ന് കറങ്ങും. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യാൻ, അതിനെ ഫീഡ് ചെയ്യാനായിട്ട് കുറേ ആളുകളും ഉണ്ട്. അപ്പോൾ നമ്മളൊരു ട്വിൻ ഫ്ലെയിം ജേർണിയിലാണോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് തിങ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പലവർക്കും ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ സംസാരിച്ച കുറച്ച് ട്വിൻ ഫ്ലെയിംസുകളോട് സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായത് പലവർക്കും ഈ ജേർണിയിൽ വരുന്ന ഇനിഷ്യൽ സ്റ്റേജിൽ ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞൊരു വാക്ക് പോലും അറിയത്തില്ലായിരിക്കും. എനിക്കറിയില്ലായിരുന്നു ട്വിൻ ഫ്ലെയിം ജേർണി ഉണ്ടെന്നുള്ളത്. എനിക്കറിയില്ലായിരുന്നു ഒരു സോൾമേറ്റ്, കാർമിക്, ഇങ്ങനെയൊന്നും. ഞാൻ അങ്ങനെ വലിയ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളൊന്നും അല്ലായിരുന്നു. വളരെ നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്ന, വിളക്ക് പോലും കത്തിക്കത്തില്ല, അങ്ങനെ ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ വലിയ സ്പിരിച്വൽ ആയിട്ടൊന്നും അവകാശപ്പെടാനൊന്നും എനിക്കൊന്നുമില്ലായിരുന്നു. രാവിലെ ജോലിക്ക് പോവാ, അന്ന് എന്ത് ആഹാരം കഴിക്കാം, പുറത്തുനിന്ന് കഴിക്കണോ, വീട്ടിലെന്ത് കുക്ക് ചെയ്യണോ, അങ്ങനെ ചിന്തിക്കുന്ന, ഇന്ന് ഫ്രണ്ട്സുകളുടെ വീട്ടിൽ പോകണോ, ഫ്രണ്ട്സുകളെ കാണണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വളരെ നോർമലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമായിരുന്നു. അപ്പം എനിക്കിങ്ങനെ ഒരു ട്വിൻ ഫ്ലെയിം ജേർണി ഉണ്ടെന്നോ ട്വിൻ ഫ്ലെയിംസ് ഉണ്ടെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. എനിക്ക് ഈ ടേം തന്നെ അറിയത്തില്ലായിരുന്നു, ട്വിൻ ഫ്ലെയിം എന്നുള്ളത്. അതുപോലെ തന്നെയാണ് പല ട്രൂ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഇപ്പോൾ ഉള്ള പല ആൾക്കാരുടെയും അവസ്ഥ അതാണ്. അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. അവർ വന്നു, അവർ കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു. കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം അവർ ഫിഗർ ഔട്ട് ചെയ്യുന്നതാണ്, ഇതൊരു സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയാണ്. ഞാൻ മീറ്റ് ചെയ്തത് എൻ്റെ അതർ സെൽഫ്, അതർ ഹാഫ് ഒന്നുമല്ല, നമ്മൾ കംപ്ലീറ്റ് തന്നെയാണ്. നമ്മളിൽ അതർ സെൽഫ്, അവർ സോൾ ഇൻ അനദർ ബോഡി, അങ്ങനെ ഒരു എൻ്റെ സോള് തന്നെയാണ്. നമുക്കതിനെ അതർ സെൽഫ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം എന്ന് വിളിക്കാം. അങ്ങനെ ഒരാളെയാണ് ഞാൻ മീറ്റ് ചെയ്തത്. അല്ലെങ്കിൽ ചില ആൾക്കാർ ഡയറക്റ്റ് മീറ്റ് ചെയ്യുന്ന പോലുമില്ല, ചില ആൾക്കാർക്ക് എനർജറ്റിക്കലി വരുന്നതാണ്. ചില ആൾക്കാർ അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ്, സോൾ റെക്കഗ്നീഷൻ. നമ്മുടെ സോൾ റെക്കഗ്നൈസ് ചെയ്യുന്നു നമ്മുടെ അതർ സെൽഫിനെ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിമിനെ, ദ സെയിം സോൾ ഇൻ അനദർ ബോഡി. നമ്മളത് ആദ്യം റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആദ്യം നമുക്ക് തോന്നുക ഇത് എൻ്റെ സോള് വേറൊരു ബോഡിയിലാണ്, അങ്ങനെ ഒന്നും തോന്നത്തില്ല. അതൊക്കെ കുറേ നാൾ കഴിഞ്ഞ് വരുന്ന ഒരു റിയലൈസേഷനാണ്. ആദ്യം നമുക്ക് തോന്നുന്നത് ഒരു കൈൻഡ് ഓഫ് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്, ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു എനർജി, നമുക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് എനർജി, നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്ര ഇൻറ്റൻസിറ്റി ഉള്ളൊരു എനർജി. അങ്ങനെയൊക്കെയാണ് ആദ്യം ഇത് ഫീൽ ചെയ്യുന്നത്. എൻ്റെ കേസിൽ കേട്ടോ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസും കൂടി ക്ലബ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു ഇൻറ്റൻസ് എനർജി, അങ്ങനെയാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു റൺ ഫ്രം ദാറ്റ് സ്പേസ്. അപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ആദ്യം തോന്നിയത്. ദാറ്റ് എൻ്റെ സോൾ റെക്കഗ്നൈസ് ചെയ്തതായിരുന്നു അത്. പിന്നെയാണ് ഈ ടേമുകളൊക്കെ ഞാൻ മനസ്സിലാക്കിയത്, അതൊരു സോൾ റെക്കഗ്നിഷൻ ആയിരുന്നു. എൻ്റെ സോളിന് മനസ്സിലായി ദിസ് എനർജി ഇറ്റ്സ് ഡിഫറെൻറ്റ്.
ഡിഫറെൻ്റ് ആണ്, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഫീൽസ് സോ ഫെമിലിയർ. അതാണ്, ഇതെല്ലാം ഒരു മിക്സ് ഫീൽ ആണ്. ഇറ്റ് ഫീൽസ് ഫെമിലിയർ, ഇറ്റ് ഫീൽസ് ഡിഫറെൻറ്റ്, it feels so intense, it feels chaotic, it feels so painful, but at the same time it feels so divine. അങ്ങനെയുള്ള ഒരു എനർജി നമ്മൾ ലൈഫിൽ വേറെ ഒരിടത്തും എക്സ്പീരിയൻസ് ചെയ്യാത്ത കൈൻഡ് ഓഫ് ഒരു എനർജി. ഇതെന്താണിത് എന്നോ നമുക്ക് മനസ്സിലാകത്തില്ല, കുറേ നാളൊന്നും മനസ്സിലാകത്തില്ല എന്താണ് ഈ എനർജി. എനിക്ക് ആക്ച്വലി സോൾ റെക്കഗ്നിഷൻ സംഭവിച്ചത് ഇൻസ്റ്റന്റ് ആയിട്ടായിരുന്നു, പെട്ടെന്നാണ് സംഭവിച്ചത്. പക്ഷെ പല ആൾക്കാർക്കും അങ്ങനെയല്ല. ചില ആൾക്കാർക്ക് ഓൺലൈനിൽ ഫോട്ടോ കണ്ടിട്ട് സോൾ റെക്കഗ്നിഷൻ സംഭവിക്കുന്നുണ്ട്, ചില ആൾക്കാർക്ക് ഡ്രീംസിൽ സോൾ റെക്കഗ്നിഷൻ സംഭവിക്കാറുണ്ട്. എൻ്റെ കേസിൽ ഇറ്റ് വാസ് എ സ്ട്രേഞ്ചർ ആൻഡ് ഇൻസ്റ്റന്റ്ലി എനിക്ക് ഐ റെക്കഗ്നൈസ്ഡ് ദാറ്റ് മൈ സോൾ റെക്കഗ്നൈസ്ഡ് ദിസ് എനർജി ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ അതാണ് ദ ഫസ്റ്റ് തിങ് ഈസ് സോൾ റെക്കഗ്നിഷൻ സംഭവിക്കുന്നത്. ആൻഡ് സോൾ റെക്കഗ്നിഷൻ സംഭവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളൊരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പീരിയൻസിലൂടെ നമ്മൾ പോകും. ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്താണ്? ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുന്നത് നത്തിങ് മേക്സ് സെൻസ്. ആ ഒരു പീരീഡിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ അതുവരെ നമ്മൾ ഭയങ്കര ഗോൾ ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്ത ആൾക്കാരായിരിക്കും. ഒരുപാട് എന്താ പറയുക, കാശുണ്ടാക്കുക, വീട് വാങ്ങുക, വീട് വെക്കുക, ഇന്നതൊക്കെ അച്ചീവ് ചെയ്യുക, കരിയറിൽ ഇത്ര ഗ്രോത്ത് വേണം, അക്കൗണ്ടിൽ ഇത്ര ബാലൻസ് വേണം, ഒരു 2 വീടും കൂടി അവിടെയും ഇവിടെയും നാട്ടിലും അവിടെയും ഒക്കെ മേടിക്കണം, ഇന്ന കാറ് മേടിക്കണം. അങ്ങനെയൊക്കെ ഭയങ്കര ഗോൾ ഓറിയന്റഡ് ആയിട്ട് ജീവിച്ച ഒരാള് പെട്ടെന്ന് നമുക്ക് തോന്നുകയാണ് ഒരു പീരീഡ് നത്തിങ് മേക്ക് സെൻസ്. ഇതൊക്കെ ഈ ഗോൾ ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നൊരു ഫീലിംഗ്. ഇതൊന്നും അല്ല ഞാൻ ഈ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ജീവിച്ച ജീവിതം ഒന്നും, ഇറ്റ്സ് നോട്ട് റിയൽ. എന്താണ് റിയാലിറ്റി? ഇസ് സംതിങ് ഡിഫറെൻറ്റ്. റിയാലിറ്റി ഈസ് സംതിങ് വിച്ച് ഐ ഫെൽറ്റ് അറ്റ് ദാറ്റ് ടൈം. ആ സോൾ റെക്കഗ്നിഷൻ്റെ ടൈമിൽ ഇതൊന്നും അല്ല റിയാലിറ്റി എന്ന് തോന്നുന്ന ഒരു പീരീഡ്. അതൊരു വോയിഡ് ഫീൽ എന്ന് പറയാം നമുക്ക്. നത്തിങ് മേക്ക് സെൻസ്. അതായത് നമുക്ക് ഡെയിലി നമ്മുടെ ഒരു എന്താ പറയുക, നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊന്ന് രാവിലെ എണീറ്റ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനോട്ട് പോലും പറ്റത്തില്ല. ഒരു ഡാർക്ക് പീരീഡ്. ഇപ്പൊ ചോദിക്കും ചില ആൾക്കാർ, ഡിപ്രഷൻ ആണോ? ഇതിനെ പറയുന്നത് തന്നെ ഒരു സ്പിരിച്വൽ ഡിപ്രഷൻ എന്നാണ് പറയുന്നത്. പക്ഷെ ഡിപ്രഷനും ഇതും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലായത്, സാധാരണ ഒരു ക്ലിനിക്കൽ ഡിപ്രഷനിലൂടെ പോകുന്ന ആൾക്കാർക്ക് ഒരു ഹോപ്പ് ഉണ്ടാവില്ല ലൈഫിൽ. ദാറ്റ് അവർക്ക് പിന്നെ ഒന്നും ഒരു ഹോപ്പ് ഇല്ലാത്ത ഒരു ഡാർക്ക് സ്പേസിൽ പെട്ടുപോകുന്ന അവസ്ഥയാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ ഡിപ്രഷൻ എന്ന് പറയും. അതായത് എത്ര ഡാർക്ക് സ്പേസിലാണെങ്കിലും ഡീപ്പ് ഇൻസൈഡ് നമുക്കറിയാം സം ട്രാൻസ്ഫോർമേഷൻ ഈസ് ഹാപ്പനിങ്, സം ചേഞ്ചസ് ആർ ഹാപ്പനിങ്, എന്തോ നടക്കുന്നുണ്ട്, വിച്ച് ഈസ് ഗുഡ് ചേഞ്ചസ് എന്ന് നമുക്ക് അറിയുന്ന ഒരു ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആവുന്ന ഒരു പീരീഡും കൂടിയാണ്. അതായത് ഒരു സ്ട്രോങ് ഇൻറ്റ്യൂഷൻ നമ്മളെ ഗൈഡ് ചെയ്യുന്നത് പോലെയും നമുക്ക് തോന്നും. നമ്മളൊരു ഡാർക്ക് സ്പേസിലാണ്, നമുക്കൊന്നും ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ അതുവരെ ഉണ്ടാക്കിയ നമ്മുടെ വീടോ നമ്മുടെ കരിയറോ ഇതൊന്നും നമുക്ക് ഇതൊന്നും അല്ല സത്യം എന്ന് തോന്നുന്ന ഒരു പീരീഡാണ്. അപ്പൊ അത്രയ്ക്കും നമ്മളൊരു എങ്ങനെയാ നമുക്ക് ചില കാര്യങ്ങൾ വാക്കുകളിൽ എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന സമയമാട്ടോ ഇത്. അപ്പൊ അങ്ങനെ ഒരു ഡാർക്ക് സ്പേസിൽ നിൽക്കുമ്പോഴും ഇൻറ്റ്യൂഷൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഇൻറ്റ്യൂഷൻ എപ്പോഴും ഒരു വോയിസ് നമ്മളോട് വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നത്. ഞാൻ കേട്ട ഒരു ഇൻറ്റ്യൂഷൻ വോയിസ് എന്ന് പറഞ്ഞാൽ ഗോ ഇൻവേർഡ്സ്, ഉള്ളിലോട്ട് പോ. അപ്പൊ എനിക്കത് മനസ്സിലായിട്ടുമില്ല. എൻ്റെ ഇൻറ്റ്യൂഷൻ വാസ് വെരി സ്ട്രോങ് അറ്റ് ദാറ്റ് പോയിന്റ്. ഉള്ളിലോട്ട് പോവാം. അപ്പം എന്താണ് ഈ ഉള്ളിലോട്ട് പോവാൻ പറയുന്നത്, എന്താ ഞാൻ ചെയ്യേണ്ടത് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഒരു പീരീഡ്, ദിസ് ഇസ് കോൾഡ് ദ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ. അതായത് നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊന്ന് രാവിലെ എണീറ്റ് ഒരു കോഫി ഇടുന്നത് തന്നെ വലിയൊരു ടാസ്ക് ആയിട്ട് തോന്നും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ ജോലി സ്ഥലത്ത് പോയിട്ട് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്ന് കരച്ചില്ല. എന്തിനാ കരയുന്നത് എനിക്കറിയില്ല. I was just crying in front of my computer. വെറുതെ അങ്ങ് കരയുക. ഇതൊരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ പീരീഡ് ആണോ അങ്ങനെ ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെയൊന്നും ആ സമയത്തൊന്നും അറിയില്ല. എന്തോ സംഭവിക്കുന്നു എനിക്ക്. അത്രയും മാത്രമേ
മനസ്സിലാവുന്നുള്ളൂ. ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുന്നില്ല. കാരണം എങ്ങനെ പറയാ, എന്താ പറയാ, ഞാൻ എനിക്ക് എന്ത് പറ്റിയെന്ന് എങ്ങനെയാ പറയാ, എന്താ പറയാ, ഒന്നും പറയാനുമില്ല. അപ്പോ അങ്ങനെ ഒരു സ്പേസ് അത് കുറച്ച് മാസങ്ങൾ നീണ്ടു നിൽക്കും, ആഴ്ചകൾ തൊട്ട് മാസങ്ങൾ. എനിക്ക് 3-4 months എൻ്റെ ഒരു പീരീഡ് ഉണ്ടായിരുന്നു, ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ. പതുക്കെ അതെന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓൾഡ് ഐഡന്റിറ്റി ഡിസോൾവ് ആവുന്ന ഒരു പീരീഡാണ്. അതിന്റെ കൂടെ തന്നെ നടക്കുന്ന തേർഡ് പോയിന്റ്, ദാറ്റ് ഇസ് ഈഗോ ഡെത്ത് എന്ന് സംഭവിക്കും. ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡിക്ഷണറി കാണുന്ന ഈഗോ അല്ല, ഡിക്ഷണറി നമ്മൾ പഠിച്ച ഈഗോ അല്ല, നമ്മളെ മൈൻഡ് ക്രിയേറ്റ് ചെയ്ത ഐഡന്റിറ്റി. നമ്മുടെ മൈൻഡ് ഇപ്പോൾ ഞാൻ ജനിച്ച് എനിക്കൊരു 7 വയസ്സ് തൊട്ട് ഞാനൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് പ്രതിഭ, എൻ്റെ നാട് ഇവിടെ, എൻ്റെ കൂട്ടുകാരിതൊക്കെ, എൻ്റെ നാട്ടുകാരിതൊക്കെ, എനിക്ക് ഇന്ന കാര്യങ്ങൾ ഇഷ്ടമാണ്, എനിക്ക് എൻ്റെ സ്വഭാവം ഇതാണ്, എനിക്ക് ഇന്ന കാര്യങ്ങൾ ഇഷ്ടമല്ല. ഇങ്ങനെ നമ്മുടെ മൈൻഡ് ക്രിയേറ്റ് ചെയ്ത ഒരു ഐഡന്റിറ്റി ഉണ്ട് നമ്മളെ പറ്റി. ആ ഐഡന്റിറ്റിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവേക്കനിങ്ങിൽ വരുന്ന ഒരാൾക്ക് പറ്റുന്നത് തന്നെ ഈ ഐഡന്റിറ്റി ഡിസോൾവ് ആവും. ഡെത്ത്, ഈഗോ ഡെത്ത് എന്ന് പറയുമ്പം അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ അടുത്തുനിന്ന് പോകത്തൊന്നുമില്ല. ബട്ട് അത് ബാക്ക് സീറ്റിലോട്ട് വരികയാണ്. ഫ്രണ്ട് സീറ്റിലോട്ട് വരുന്നത് സോൾ ഈസ് കമ്മിങ് ഔട്ട്, സോൾ ഈസ് ടേക്കിംഗ് ദ ലീഡ്. അപ്പൊ ആ ഒരു ക്രൈസിസ് ഉണ്ട്. ആ സോൾ അതുകൊണ്ടാണ് ഇത് സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്നത്. അതുവരെ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ, അതുവരെ നമ്മൾ പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ, നമ്മുടെ ഐഡന്റിറ്റി ബേസ്ഡിലുള്ള കാര്യങ്ങൾ മാറി നൗ ദ സോൾ വാണ്ട്സ് ടു ടേക്ക് ദ ലീഡ്. അപ്പൊ അത് വരുമ്പോൾ നമ്മുടെ ഈഗോ ഐഡന്റിറ്റി ഉറപ്പായിട്ടും അത് സമ്മതിക്കില്ല പെട്ടെന്നൊന്നും. അപ്പൊ അത് തമ്മിലൊരു ക്ലാഷ് ഉണ്ടാവും, സമ്മതിച്ചു കൊടുക്കത്തില്ല. അത്രയും വർഷങ്ങളായിട്ട് ആ ഒരു ഐഡന്റിറ്റിയിൽ നമ്മൾ ജീവിച്ച് പെട്ടെന്ന് ഇത് എന്താണ് എന്നപ്പോ അതും ഫൈറ്റ് ചെയ്യും. ബട്ട് സോളിന്റെ മുമ്പിൽ ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് മൈൻഡിന് മനസ്സിലാവുന്നില്ല. ബട്ട് അത് മാക്സിമം ട്രൈ ചെയ്യും, അത് ആ ഒരു ഐഡന്റിറ്റിയിൽ തന്നെ നിൽക്കാൻ. പക്ഷെ അത് നടക്കില്ല. അപ്പൊ ആ ഒരു പീരീഡ്, അതിനെയാണ് നമ്മൾ ഈഗോ ഡെത്ത് എന്ന് പറയുന്നത്. ഇത് വാക്കുകളിൽ പറയുമ്പം ഉള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത് അനുഭവിച്ചവർക്ക് ചിലപ്പോൾ കത്തുന്നുണ്ടായിരിക്കും. ട്വിൻ ഫ്ലെയിംസിന് ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ വീഡിയോ ട്വിൻ ഫ്ലെയിംസിനും സ്പിരിച്വൽ അവേക്കനിങ്ങിലും വന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ്. അവർക്ക് ഇത് കത്തുള്ളൂ, ഞാനിത് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുള്ളൂ ഈഗോ ഡെത്ത്. അവർ ചിലപ്പോൾ ടേം അറിയില്ലായിരിക്കും, പക്ഷെ അവർക്ക് ഞാൻ കാര്യം പറയുമ്പോൾ ഇതായെന്ന് എന്താ പറയാ മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ഒരാളാണ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാനും 2.5 കൊല്ലം മുന്നേ അതേ സ്പേസിൽ നിൽക്കുമായിരുന്നു. എനിക്കൊരു അവേക്കനിങ് നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരാളൊരു വീഡിയോ പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവാൻ ഒട്ടും സാധ്യതയില്ല. അതുകൊണ്ട് ഈ വീഡിയോ ഇറ്റ്സ് ഫോർ ട്വിൻ ഫ്ലെയിംസ് ആൻഡ് സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതൊന്ന് പറയണം തോന്നി. അപ്പോൾ ദ തേർഡ് പോയിന്റ് ഈസ് ഈഗോ ഡെത്ത്. അപ്പൊ ഇതും ഈ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളും ഇതും ഒക്കെ ഒരുമിച്ച് ഒരു പീരീഡിൽ നടക്കുന്ന ഒരു പീരീഡാണ്. നമുക്ക് ആ സമയത്ത് എഗെയിൻ ഫസ്റ്റ് നമുക്ക് മനസ്സിലാവില്ല ഇത് എന്താ സംഭവിക്കുന്നതെന്ന്. എന്തൊക്കെയോ ഒരു ഇന്റേണൽ സ്ട്രഗിൾ നടക്കുന്നു എന്ന് മാത്രമേ മനസ്സിലാവുള്ളൂ. ആൻഡ് ഐ ആം ഇൻ ഡീപ് പെയിൻ. ഭയങ്കര പെയിനിലായിരിക്കും ഈ ഒരു പീരീഡ് നടക്കുമ്പോൾ. വി കുഡ് ഹാർഡ്ലി ഫങ്ഷൻ. നമുക്കൊരു ചെറിയ ടാസ്ക് ചെയ്യുന്നത് തന്നെ വലിയ എന്തോ കാര്യം ചെയ്യുന്നത് പോലെ തോന്നും. വർക്ക് ചെയ്യാനൊരു മൂഡില്ല, പുറത്തു പോകാനൊരു മൂഡില്ല, ബെഡിൽ നിന്ന് എണീക്കാനൊരു മൂഡില്ല, ഒന്നും ചെയ്യാൻ വയ്യ. അങ്ങനെ ഒരു അവസ്ഥ. ഇതെന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. വി ജസ്റ്റ് വാണ്ട് ടു ലേ ഇൻ ബെഡ്. അങ്ങനെയുള്ള ഒരു അവസ്ഥ. ആൻഡ് സ്ലീപ്ലെസ് നൈറ്റ്സ്, ഉറക്കമില്ല, കരച്ചില്, രാത്രി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കരയുന്നു, ഓഫീസിൽ പോകുമ്പോൾ ഓഫീസിലിരുന്ന് കരയുന്നു, എന്തിനാ കരയുന്നത് അതും അറിയത്തില്ല. അങ്ങനെ ഒരു പീരീഡ്. അതിനെ നമ്മൾ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ, ഈഗോ ഡെത്ത് എന്നൊക്കെ പറയുന്ന ആ ഒരു പീരീഡ്. ആ ഒരു ടൈം കഴിയുമ്പോഴായിരിക്കും നമ്മൾ സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്. അതായത് നൗ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മൾ ഈ കാണുന്നതോ നമ്മൾ വിചാരിച്ച ജീവിതവും അല്ല റിയാലിറ്റി. റിയാലിറ്റി ഈസ് സംതിങ് എൽസ്. റിയാലിറ്റി ഈസ് സോൾ എന്ന് മനസ്സിലാക്കുന്നതിന് ഒന്ന് ചെറിയ ഗ്ലിംസസ് പോലെ കത്തി തുടങ്ങും. സ്പിരിച്വൽ അവേക്കനിങ് ഒന്നും ആവില്ല ആ സമയത്ത്. ആ സമയത്ത് ഒരു ആക്ടിവേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, കഥ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊക്കെ മനസ്സിലായി തുടങ്ങും ദാറ്റ് ഓക്കെ
ഞാൻ ഞാൻ ഇതുവരെ ജീവിച്ച ഒരു കാര്യം എന്തായാലും ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എന്റെ ജീവിതം ഇനി തിരിച്ച് പുറകോട്ട് പഴയതുപോലെ ആവൂല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. ബിക്കോസ് നമ്മൾ വേറെ എന്തോ എക്സ്പീരിയൻസ് ചെയ്തു, വേറൊരു ഡയമെൻഷൻ എക്സ്പീരിയൻസ് ചെയ്തു. ഇനി പഴയ ഡയമെൻഷനിലോട്ട് പോവുക കുറച്ച് ഇമ്പോസിബിൾ ആണെന്നുള്ളത് മനസ്സിലാവും. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യും, ഒരുപാട് ട്രൈ ചെയ്യും പഴയ ഡയമെൻഷനിലോട്ട് പോകാനും പഴയതുപോലെ നിൽക്കാനും. എത്രത്തോളം നമ്മൾ അതിൽ വീണ്ടും വീണ്ടും പുറകിലോട്ട് പോകുന്ന അത്രത്തോളം പെയിൻഫുൾ ആയിരിക്കും, അത്രത്തോളം വേദനയായിരിക്കും. ലാസ്റ്റ് നമുക്ക് ഈ ആയുധം വെച്ച് കീഴടങ്ങുക എന്ന് പറയത്തില്ലേ, സറണ്ടർ. എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പഴയതുപോലെ പോണ്ട, എനിക്ക് പെയിൻ എടുക്കാൻ പറ്റുന്നില്ല, സോ ഐ സറണ്ടർ. ഡിവൈൻ, ഞാൻ എന്താണോ എനിക്ക് ഡിവൈൻ പ്രസൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പീരീഡാണ്. നമുക്കൊരു ആ ഒരു ശക്തി, അത് ഒരു പേര് വിളിക്കണ്ട, ശിവനോ കൃഷ്ണനോ അള്ളാവോ ജീസസോ അങ്ങനെ ഒരു പേരില്ല. ആ പവർ നമ്മൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പീരീഡാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ ഉള്ളിലുള്ള ഒരു ഹോപ്പും ദാറ്റ് സംതിങ് ഗുഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു അലൈൻമെന്റിന് നല്ലത് തന്നെയാണ് നടക്കുന്നത്, അല്ലാണ്ട് മോശമല്ല, പക്ഷെ ഒത്തിരി പെയിൻഫുൾ ആണ്. പിന്നെ കൂട്ടത്തില് ഇതെന്താ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത എനർജി എന്നുള്ള ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഒബ്സസീവ് ആയിട്ടുള്ള തിങ്കിങ്ങും, അത് നമ്മളെ വിട്ടുമാറാത്തത്. എന്താ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്, ആ സമയത്ത് ഞാൻ എന്താ എക്സ്പീരിയൻസ് ചെയ്തത്, ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് ഫീൽസ് ഡിവൈൻ ഓൾസോ അറ്റ് ദ സെയിം ടൈം. അപ്പൊ ആ ഒരു ഒബ്സസീവ് തിങ്കിങ്ങും ഒരുപാട്, അതുകൊണ്ട് തന്നെയാണ് ഈ സ്ലീപ്ലെസ് നൈറ്റ്സും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു പീരീഡ്. പിന്നെ മെയിനായിട്ട് ഇത് നടന്നു തുടങ്ങുന്ന ആ പീരീഡ് തന്നെ ഭയങ്കര വിൽ ബി ബോംബാർഡഡ് വിത്ത് നമ്പേഴ്സ്, ഏഞ്ചൽ നമ്പേഴ്സ്. നമ്മൾ 1111 കാണുക എന്ന് പറയുന്നത്, 44. ഞാൻ മെയിൻലി കണ്ടിട്ടുള്ള നമ്പർ 1111, 44, അതാണ് ആ ടൈമിൽ കൂടുതലും കണ്ടിട്ടുള്ളത്. പിന്നെ നമ്പേഴ്സ് വിൽ ചേഞ്ച്, നമ്മുടെ ജേർണി മാറുന്നത് അനുസരിച്ച് നമ്പേഴ്സ് വിൽ ചേഞ്ച്. ആൻഡ് ഓരോ നമ്പറിനും ഓരോ മീനിങ് ഉണ്ട്, അത് നമുക്ക് ഡിക്കോഡ് ചെയ്യാൻ പറ്റും കുറച്ച് നാൾ കഴിയുമ്പോൾ. ബട്ട് 1111 എവിടെ നോക്കിയാലും ഈ നമ്പർ, എവിടെ നോക്കിയാലും കുറേ ദിവസം വിചാരിച്ചു, കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി എൻ്റെ മൈൻഡ് തന്നെയാണ് ഇത് കളിക്കുന്നത്, ഞാൻ തന്നെയാണ് ഈ നമ്പർ എവിടെയാണോ കിട്ടുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന്, പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് ആ നമ്പർ നമ്മുടെ മുമ്പിൽ പെട്ടെന്ന് വരും. നമ്മൾ നമ്മുടെ ഫോണിൽ നോക്കുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ ആ സമയം വരുമ്പോൾ നോക്കുന്നത് മാത്രമല്ല, അല്ലാതെ പല പല സ്ഥലത്തു നിന്ന് ആ നമ്പേഴ്സ് പെട്ടെന്ന്, അത് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒരുപാട് തവണ വരും ദാറ്റ് വി കനോട്ട് ഇഗ്നോർ. നമ്മളെ ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ നമ്പർ നമ്മളെ ഫോളോ ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും. ഫോളോ ചെയ്യുന്ന പോലെയല്ല, പല ആൾക്കാരും ജസ്റ്റ് ഇപ്പൊ എനിക്ക് വന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ വീട്ടിലുള്ള ഒരു കുട്ടി എൻ്റെ ഹെൽപ്പ് രാത്രി വന്നിട്ട് എന്നെ വിളിച്ച് കാണിക്കും, അവളുടെ മൊബൈലെടുത്ത് എന്നെ കാണിക്കും. ആ ടൈമിൽ 1111. അപ്പൊ ഇതൊക്കെ കോയിൻസിഡൻസ് ആണെന്നൊക്കെ പറയാം, പക്ഷെ ഒരു തവണയല്ലല്ലോ, ഒരു തവണയല്ല, 2 തവണയല്ല, എത്ര തവണയാ ആ നമ്പർ അങ്ങനെ ഫോളോ ചെയ്യും. അത് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് വരെ ആ നമ്പർ നമ്മുടെ മുമ്പിൽ നിന്ന് പോകത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. അത് വേറൊന്നുമല്ല, അതൊക്കെ നടക്കുന്നത്, സിങ്ക്രോണിസിറ്റീസ് വരുന്നത് ദ ഫോഴ്സ്, നമ്മുടെ എന്താ പറയുക, ഏഞ്ചൽസ്, നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സ്, അവരെ നമ്മുടെ അറ്റൻഷൻ കിട്ടാനായിട്ട് ശ്രമിക്കുന്ന ഒരു ടൈമാണ്. അവരവർ പറയുകയാണ് ദാറ്റ് വി ആർ ദ ഹിയർ എന്നുള്ളത്, ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ സമയത്ത് ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ഇതെന്താ ഇത് ഇങ്ങനെ എന്താ നടക്കുന്നേ മുമ്പില്ലാത്തതുപോലെ എന്നുള്ളൊരു ഫീലിംഗ്. അതാണ് എൻ്റെ ബോംബാർഡഡ് വിത്ത് ദിസ് നമ്പേഴ്സ്. അതും ഇതിന്റെ കൂട്ടത്തില്. അത് പിന്നെ ഒരുമിച്ച് തന്നെ ഒത്തിരി കാര്യങ്ങൾ നമ്മളിലോട്ട് വരികയാണ്. വേറൊരു സൈൻ, നമ്മുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആവും. ചില കാര്യങ്ങൾ നമുക്ക് നടക്കുന്നതിന് മുന്നേ തന്നെ അറിയാം, ഇത് ഇങ്ങനെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നേരത്തെ മനസ്സിലാവും, അതങ്ങനെ തന്നെ നടക്കും. അപ്പൊ ആ ടൈം തൊട്ട് തന്നെ നമ്മുടെ ഇൻറ്റ്യൂഷൻസ് വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യും. അതിനുശേഷം പിന്നെ നമുക്ക് ഈ എനർജി റിലേറ്റഡ് കാര്യങ്ങൾ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ്, ടാരോ, റേക്കി എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മിക്കവാറും ആൾക്കാർക്ക് ഇതിനോടൊരു ഇൻട്രസ്റ്റ് വരും. എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ അവരെ ഇത്രയും ഒരു എക്സ്പീരിയൻസ് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ദാറ്റ് നമ്മൾ ഈ കാണുന്നത് മാത്രമല്ല, ഇറ്റ്സ് ഓൾ എനർജി എന്ന് മനസ്സിലാവും. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്ന, ഇത് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന കുറെ കാര്യങ്ങളാണ്. അങ്ങനെയാണ് നമ്മൾ ടാരോ റീഡിങ്, ഞാൻ ടാരോ റീഡിങ് പഠിച്ചു. ആ സമയത്ത് ആകാശിക് റീഡിങ് പഠിച്ചു, റേക്കി പഠിച്ചു, ന്യൂമറോളജി പഠിച്ചു. ഞാൻ ഇതിന്റെ പുറകെ ഒക്കെ പോയി. കാരണം എനിക്ക് നടക്കുന്ന എക്സ്പീരിയൻസ് എന്താന്ന് ഫിഗർ ഔട്ട് ചെയ്യാനുള്ള എൻ്റെ ഒരു ശ്രമങ്ങൾ കൂടിയായിരുന്നു.
ഇതിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റും വരും എനർജി റിലേറ്റഡ് കാര്യങ്ങൾ. കാരണം നമുക്ക് മനസ്സിലായി ദാറ്റ് എനർജിയാണ് എല്ലാം എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായി. നമ്മുടെ ഈ മൈൻഡ് പ്ലേ ചെയ്യുന്നതല്ല, മൈൻഡിനും ബിയോണ്ട് ആയിട്ട് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്നുള്ളത് അത് വായിച്ച് മനസ്സിലാക്കുന്ന ഫീൽ അല്ല, വി എക്സ്പീരിയൻസ് ഇറ്റ്. നമുക്ക് മനസ്സിലാകും, വി വിൽ ജസ്റ്റ് നോ. അപ്പം നമ്മളത് അന്വേഷിച്ച് പോകും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ഉള്ള ശ്രമങ്ങൾ, ഇതൊക്കെ പതുക്കെ പതുക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഒറ്റയടിക്ക് നമ്മൾ ഈ പറയുന്ന പോലെ ഈ 2 വർഷത്തിൽ നടന്ന കാര്യങ്ങളാണ്, ഞാൻ ഈ 2.5 വർഷത്തിൽ നടന്ന കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, വി വിൽ ബി ഇൻ, നമുക്ക് എന്താ നടക്കുന്നതെന്ന് തന്നെ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നമ്മളൊരു വലിയ വി വിൽ ബി ഇൻ പെയിൻ. എന്താണെന്ന് മനസ്സിലാവാതെ മൈൻഡ് 24/7 ഈ അത് ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടി നടക്കല്ല. അപ്പൊ അതിന് ഇതെന്താന്ന് മനസ്സിലാവാത്തത് കൊണ്ട് അത് കോൺസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതെന്താ സംഭവിക്കുന്നത് എന്ന് അതിന്റെ ഒരു അന്വേഷണം. അപ്പൊ നമ്മൾ ഈ കിടന്ന് അതിൽ കിടന്ന് ഈ ലൂപ്പായിട്ട് നടക്കുന്ന ഒരു പീരീഡാണ് ഈ വർഷങ്ങൾ മുഴുവൻ. അതുകൊണ്ട് തന്നെ നമുക്കൊരു നോർമൽസി ഫീൽ ചെയ്യാൻ കുറേ നാള് കഴിയും. ഇതെന്താണെന്ന് അതിലോട്ട് ആ നോർമൽസിയിലോട്ട് എങ്ങനെ എത്താം, അത് വരും കേട്ടോ. അതാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനായിട്ട് തോന്നുന്ന ഒരു കാര്യം. അതായത് ആ നോർമൽസിയിലോട്ട് വരും. അതിനാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ അപ്പൊ ഈ പീരീഡിൽ നടക്കുന്ന കുറെ ആൾക്കാർ കാണും. അവര് വിചാരിക്കും കഴിഞ്ഞോ, എൻ്റെ ജീവിതം ഇനി ഇങ്ങനെ തന്നെയാണോ, എപ്പോഴും ഈ ഒരു കോൺസ്റ്റന്റ്. നിങ്ങൾ വിചാരിക്കുന്ന ലെവലല്ല. അതായത് ആ ഒരു ഒബ്സസീവ് ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയാ, ഔട്ട് ഓഫ് ദ വേൾഡ് ആണ്. നമ്മൾ വിചാരിക്കുന്ന ഒരു ലെവൽ ഓഫ് ഒബ്സസീവ് എനർജി അല്ല അപ്പോൾ ഉള്ളത്. മൈൻഡ് കോൺസ്റ്റന്റ് ആയിട്ട് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഈ പറയുന്ന പോലെ നമുക്കൊന്ന് ഫങ്ഷൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നോർമൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് നാളുകൾ, വർഷങ്ങൾ, ചിലവർക്ക് മാസങ്ങൾ. അപ്പൊ ഈ പീരീഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ദാറ്റ് ഉറപ്പായിട്ടും നമുക്ക് നോർമൽസിയിലോട്ട് തിരിച്ചു വരാം. മുമ്പത്തേനേക്കാളും നല്ല ഒരു ലെവലിലോട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്റ്റേറ്റിലോട്ട് വരാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ വരണം എന്നുള്ളതൊക്കെ അത് ഹെൽപ്പ് ചെയ്യാനാണ് ഞാൻ ഇതൊക്കെ പുറത്ത് ഞാനിങ്ങനെ ഒരു വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പറയുന്നത്. അതിലോട്ട് എത്താൻ പറ്റും, ലൂപ്പിൽ കിടന്ന് കറങ്ങാനും പറ്റും. അപ്പോൾ ഇതിന് നമുക്കിത് പുറത്ത് വന്ന് ആ ഇന്നർ യൂണിയനിലിട്ട് എത്താൻ, യൂണിറ്റി കോൺഷ്യസ്നസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് പതുക്കെ പറയാം. അപ്പോൾ ഇത് ഇനിഷ്യൽ സ്റ്റേജസ് ഞാൻ പറയാം. ഇതൊക്കെയാണ് ഇനിഷ്യൽ സ്റ്റേജസ് എന്ന് പറയുമായിരുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഒരു വഴിക്കെത്തി നമ്മളൊന്ന് സ്റ്റേബിൾ ആയി എന്ന് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ വേറൊരാൾ താണ്ട് വരുന്നു. അത് കുണ്ടലിനി എനർജി ആക്ടിവേഷൻ, കുണ്ടലിനി എനർജി റൈസിങ്. കുണ്ടലിനി എനർജി എന്നൊക്കെ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ, സത്യം പറയാം. ഇത് നടക്കുന്നവരെ കേട്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും വായിച്ചു കാണും എപ്പോഴെങ്കിലും. അല്ലാതെ ഇത് നമുക്ക് ഇത്രയും ചക്രാസ് ഉണ്ടെന്നോ, 7 ചക്ര ഉണ്ട്, ആക്ച്വലി 12 ചക്രാസ് ഉണ്ട്, 7 ചക്ര ഉണ്ടെന്നോ, ഇത് ഇന്ന ചക്രാസ് ആണെന്നോ, ഇന്ന ചക്ര നമ്മുടെ ബോഡിയിൽ ഉണ്ടെന്നോ, ഇതിന്റെയൊക്കെ പർപ്പസ് ഇതാണെന്നോ, ഇത് ബ്ലോക്ക്ഡ് ആയാൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്ന്, ഇത് ഓപ്പൺ ആയിട്ട് ഇരിക്കേണ്ടതാണെന്നും, ഇതുകൊണ്ടാണ് നമ്മുടെ ഇമോഷൻസ് കാരണമാണ് അത് ബ്ലോക്ക് ആവുന്നതെന്നും ഇതൊരു വിവരവും അങ്ങനെ ഒന്നും അറിഞ്ഞൂടാത്ത ഒരാളാണ്. അപ്പോ ഇതിന്റെ ഒരു ആക്ടിവേഷൻ നടക്കും. ഇതെല്ലാം എനിക്ക് ഇതെല്ലാം ഈ എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ കുണ്ടലിനി എനർജി ആക്ടിവേറ്റ്. ചിലവർക്ക് ആദ്യം തന്നെ കുണ്ടലിനി എനർജി ആക്ടിവേറ്റ് ആവും. ബട്ട് എൻ്റെ എനർജി റൈസ് ചെയ്യാനായിട്ട് തുടങ്ങിയത് ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞിട്ട്. അത് ഇനിഷ്യൽ ആ ഒരു ആക്ടിവേഷൻ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഈ കുണ്ടലിനി എനർജി എനർജി റൈസ് ചെയ്തത്. അതും കൂടി കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. തീരുമാനമാവെന്ന് വെച്ച് കഴിഞ്ഞാൽ സറണ്ടർ ചെയ്ത് പോകും. വേറെ നിവൃത്തിയില്ല എന്ന് മനസ്സിലാവും. നമുക്ക് മനസ്സിലാവും. അതുവരെ നമ്മുടെ മൈൻഡ് കിടന്ന് കളിച്ചിട്ട് ഞാൻ കഴിഞ്ഞു, ഇനി ഞാൻ ആയുധം, ഇത് നടന്നതിന് ശേഷം നമുക്ക് തോന്നും ഇതെന്റെ കൺട്രോളിലല്ല, ഇതെന്റെ മൈൻഡിന്റെ കൺട്രോളിലും അല്ല,
ഇതെന്റെ മൈൻഡിനും അതീതമായിട്ട് എന്തോ കാര്യങ്ങൾ നടക്കുകയാണ് എൻ്റെ ബോഡിയിൽ, എൻ്റെ ഫിസിക്കൽ ബോഡിയിൽ, എൻ്റെ എനർജറ്റിക് ബോഡിയിൽ, എൻ്റെ ലൈറ്റ് ബോഡിയിൽ. സോ ഐ സറണ്ടർ എന്നുള്ള ഒരു സ്റ്റേജിലോട്ട് നമ്മൾ വരും. ആ ഒരു എക്സ്പീരിയൻസ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ടു സേ. കാരണം ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞിടാതിരുന്ന ഒരാൾക്ക് ഇത് നടക്കുമ്പോൾ ആദ്യം നമുക്ക് തോന്നുന്നത് റൂട്ട് ചക്രയിൽ ഒരു 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 പെയിൻ പോലെ തോന്നും. എനിക്ക് തോന്നിയത് അങ്ങനെയായിരുന്നു, റൂട്ട് ചക്രയിൽ ഒരു പെയിൻ പോലെ തോന്നും. അപ്പം ആദ്യം നടുവേദനയാണോ അങ്ങനെ എന്തെങ്കിലും വിചാരിക്കും. അത് കഴിഞ്ഞ് എനർജി പുറത്തോട്ട് വരുമ്പോൾ എനിക്ക് അത് ഫീൽ ചെയ്ത ഒരു ബോൾ ഇങ്ങനെ ഉരുണ്ട് മുകളിലോട്ട് കയറുന്ന പോലെ, അത് നമുക്ക് നന്നായിട്ട് കിക്ക് ചെയ്യും. നമ്മൾ അത് ആദ്യം നമുക്ക് രജിസ്റ്റർ ആവും. അങ്ങനെ അത് കയറി പിന്നെ വി വിൽ ഫീൽ ദാറ്റ് എനർജി നമ്മുടെ ചക്രാസിൽ ഇപ്പോഴും അത് ഇറ്റ്സ് ദെയർ. അത് നമ്മുടെ സേക്രൽ ചക്ര, സോളാർ പ്ലെക്സസ് ചക്ര, ഹാർട്ട് ചക്ര, അതിലൂടെയൊക്കെ പോയി അതെന്തൊക്കെയാണ് നടക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് ഇപ്പോഴും ആ എനർജിയുടെ ഫീലിംഗ് അതെപ്പോഴും ഉണ്ടാവും തോന്നുന്നു. ആ ബ്ലോക്സിനെ ക്ലിയർ ചെയ്യുകയാണ്. അതൊക്കെ പിന്നെ പറയാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ കുണ്ടലിനി എനർജി ആക്ടിവേഷൻ ആ ഒരു എക്സ്പീരിയൻസും കൂടി കഴിയുമ്പോഴേക്കും അത് നമ്മളെ സറണ്ടർ സ്റ്റേജിലോട്ട് വരിക. അതായത് ഞാൻ കീഴടങ്ങി, ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി, എൻ്റെ കൺട്രോളിന് അതീതമായിട്ട് എന്തോ നടക്കുകയാണ്, എൻ്റെ മൈൻഡിന് ഇനി ഇത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഐ സറണ്ടർ മൈ ഡിവൈൻ, ഐ സറണ്ടർ ടു യു, എന്താണോ ആസ് യു വിഷ് എന്നുള്ള ഒരു 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 സ്റ്റേജിലോട്ട് നമ്മൾ എത്തും. കാരണം ഫൈറ്റൊക്കെ നിർത്തും നമ്മൾ. കാരണം ഇത് ഫിഗർ ഔട്ട് ചെയ്യാനുള്ള ഒരു ഫൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തില്ല, നമ്മുടെ മൈൻഡ് അങ്ങനെ അടങ്ങിയിരിക്കില്ല. ബട്ട് സ്റ്റിൽ ഒരു ഭയങ്കര ഒരു ഒബ്സസീവ് ആയിട്ട് നമ്മൾ ഇതിനെ ഫിഗർ ഔട്ട് ചെയ്യാനുള്ള ഒരു സ്റ്റേജിൽ, ആ ഫിഗർ ഔട്ട് ചെയ്യാനുള്ള ഒരു നീഡൊക്കെ നമ്മൾ മാറിയിട്ട് നമ്മൾ കുറേ കൂടി ഭഗവാനിലോട്ട്, കാരണം ഭഗവാനെ അറിയും നമ്മൾ ഈ ജേണിയിൽ. ഈ ജേണി തന്നെ നമ്മളെ ഭഗവാനിലോട്ട് അടുപ്പിക്കുന്ന ഒരു ജേണിയാണ്, യൂണിറ്റി കോൺഷ്യസ്നെസ്സിലോട്ട് അടുപ്പിക്കുന്ന ഒരു ജേണിയാണ്, ഡിവിനിറ്റിയിലോട്ട് അടുപ്പിക്കുന്ന ഒരു ജേണിയാണ്. നമ്മൾ കേട്ടിട്ടില്ല, ഐ ആം ദാറ്റ്, തത്വമസി, അഹം ബ്രഹ്മാസ്മി, ഐ ആം ഡിവൈൻ, ഐ ആം ദ യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? യൂണിറ്റി കോൺഷ്യസ്നെസ്, വൺനെസ്, അതിലോട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യിക്കുന്ന ഒരു ജേണിയാണ്. അപ്പോൾ ആയുധം വെച്ച് നമ്മൾ കീഴടങ്ങും, അടക്കും. അടക്കിയില്ലെങ്കിൽ അടക്കും. അപ്പോൾ and we will experience that unity consciousness, we will experience that oneness, we will experience that inner union. അപ്പോഴൊന്നും അല്ല, അതിന് പിന്നെയും ട്രയൽസ് ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം ജേർണിയിലാണോ എന്നുള്ള സൈൻസ്. ഇപ്പൊ മനസ്സിലായോ? ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് റൊമാൻസ്, ഇറ്റ്സ് നോട്ട് അബൌട്ട് മീറ്റിംഗ് അനദർ പേഴ്സൺ, ഇറ്റ്സ് ആൻ ആക്ടിവേഷൻ, ഇറ്റ്സ് എ സ്പിരിച്വൽ അവേക്കനിങ് ജേർണി. അപ്പോൾ ഇതൊക്കെയാണ് ട്വിൻ ഫ്ലെയിമിനെയാണോ മീറ്റ് ചെയ്തത്, ഒരു കാർമിക്. ഇപ്പൊ കുറച്ച് ക്ലിയർ ആണല്ലോ. ഇത്രയും എക്സ്പീരിയൻസ് നടന്ന് കഴിയുമ്പോഴാണ്, ഇത്രയും എക്സ്പീരിയൻസ് അറ്റ്ലീസ്റ്റ് ഇതിലൊരു ഞാൻ പറഞ്ഞതിലൊരു 5-6 എക്സ്പീരിയൻസ് എങ്കിലും ഉള്ള ആൾക്കാരാണെങ്കിൽ ആണ് നമുക്ക് പറയാം ഇതൊരു ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെന്ന്. അല്ലാതെ നമ്മൾ ഏതെങ്കിലും വെറുതെ ഒരു കാർമിക് റിലേഷൻഷിപ്പിലോ അങ്ങനെയൊക്കെ നിന്നൊരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ടെംപ്ലേറ്റ് അല്ല ഇത്. ഇറ്റ്സ് നോട്ട് എ റിലേഷൻഷിപ്പ് ടെംപ്ലേറ്റ്, ഇറ്റ്സ് എൻ ആക്ടിവേഷൻ. ഞാൻ പറഞ്ഞതുപോലെ, അപ്പം നിങ്ങൾ നിങ്ങളുടെ അതർ സെൽഫിനെയാണ്, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ട്വിൻ ഫ്ലെയിംസിനും ഞാൻ ഈ പറഞ്ഞ എക്സ്പീരിയൻസസ് ഉണ്ടാവും. എല്ലാം ഉണ്ടായില്ലെങ്കിലും ഇതിൽ ഒരു 80% എങ്കിലും ഉണ്ടാവും. ഉറപ്പായിട്ടും സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാവും, ഉറപ്പായിട്ടും ഈഗോ ഡെത്ത് ഉണ്ടാവും, ഉറപ്പായിട്ടും ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ ഉണ്ടാവും, ഉറപ്പായിട്ടും കുണ്ടലിനി അവേക്കനിങ് ഉണ്ടാവും. ഇതൊക്കെ എല്ലാ ട്വിൻ ഫ്ലെയിംസും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഇനി നിങ്ങൾ തന്നെ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് നോക്കുക, എനിക്ക് ഈ എക്സ്പീരിയൻസ് ഒക്കെ നടന്നിട്ടുണ്ടോ, എന്നാൽ നമുക്ക് പറയാൻ പറ്റും ഓക്കെ യു ആർ ഇൻ എ ട്വിൻ ഫ്ലെയിം ജേർണി. ഇനി ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ് എന്താ ചെയ്യേണ്ടത്, എന്താണ് ഇതിൻ്റെ പർപ്പസ്, ഇതൊക്കെ ഞാൻ പറയാം, ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ പറയാം. ആൻഡ് ദോസ് ഹു ആർ ഇൻ ദാറ്റ് പെയിൻ, എനിക്കറിയാം എന്താ പറയുന്നത്, ഇത് മാറും, ഇപ്പോഴും പറയുന്നു അത് മാറും,
അതൊരു ഫേസ് ആണ്. ലൂപ്പിൽ കറങ്ങാനും സാധ്യതയുണ്ട്. പക്ഷെ എങ്ങനെയാ മാറേണ്ടത്, എങ്ങനെയാണ് അതിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിറ്റി കോൺഷ്യസ്നെസ്സിലോട്ട് വരേണ്ടത്, ഇന്നർ യൂണിയനിലോട്ട് വരേണ്ടത് എന്നുള്ള ഞാൻ അതിലോട്ട് ഷിഫ്റ്റ് ചെയ്തത് എങ്ങനെയാണ് എന്നുള്ളത് ഇനി ഞാൻ അങ്ങോട്ട് പറയാം. അതാണ് എൻ്റെ പേർപ്പസ്. അതുകൊണ്ടാണ് ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത്. ബിക്കോസ് ആ പെയിൻ ഭയങ്കരമാണ്. അപ്പോൾ അതിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പറയാൻ that it's just a phase. You are going to be all right. Don't worry. Sending lots and lots and lots of love to everyone.